ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എനിക്ക് പോകാനൊരു ഭാഗ്യം കിട്ടിയത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് ഇന്നലെ കിട്ടി. എല്ലാവർക്കും കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടയടയ്ക്കുന്നതൊക്കെ അപൂർവമായിട്ട് എല്ലാവരും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ഭാഗ്യം കൂടി എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടയടയ്ക്കുന്നത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതെല്ലാവർക്കും കിട്ടിക്കാണാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടയടയ്ക്കുന്നത് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ല പേടിയായിരുന്നു. അപ്പോൾ കൂടെയുള്ള ആളുകളുടെ സപ്പോർട്ടും ധൈര്യമൊക്കെ ഉള്ള അവർ തന്ന ധൈര്യം കൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തത്. ഞാൻ നടയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും സമ്മതിക്കാറില്ല. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ പോയി ഈ നടയടയ്ക്കുന്നതെല്ലാം കണ്ടതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെല്ലാവരും കിട്ടുന്നൊരു ഭാഗ്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം സമയത്തിന് അവിടെ എത്തുക, ഈ നടയടയ്ക്കുന്നത് മാത്രം കാണാൻ വേണ്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകും, 11:30 മണി ആ സമയമൊക്കെ ആവും. പിന്നെ മാത്രമല്ല ഇവിടെ എത്തിപ്പെടലും ഈ സമയത്ത് ഈ നടയടയ്ക്കുന്നത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യമാണ്. എന്തായാലും ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളതൊരു സന്തോഷം തന്നെയാണ്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.